ഒരു സാമ്പാർ വെക്കാമെന്ന് വെച്ചിട്ട് ഫ്രിഡ്ജ് തുറന്ന് പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ മിച്ചുക്കുട്ടൻ്റെ പാട്ട് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അവൻ്റെ പാട്ട് കേൾക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. രാവിലത്തെ ഈ ഒരു ക്ലൈമറ്റും അവൻ്റെ പാട്ടും കൂടി ആകുമ്പോൾ നല്ല രസമാണ് കേൾക്കാനായിട്ട്. അവൻ പാട്ട് പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഡെയിലി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അപ്പോൾ ആളുകൾ ശ്രുതിയൊക്കെ ഇട്ട് അവിടെ പാടുകയാണ്. അപ്പോഴേക്കും ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞു അതൊക്കെ ഒന്നെടുത്ത് കുക്കറിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് ഇതാ തോരപ്പരിപ്പും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടെന്ന് വേവിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇതാ കായൊക്കെ ഇതാ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ തട്ടിപ്പൊട്ടിച്ചൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതാ ഇങ്ങനെ അങ്ങ് പറക്കി ഇട്ടാൽ മതി. ഇനി ഇതൊക്കെ ഒന്ന് അടച്ച് കുക്കറിലേക്ക് വെച്ചിട്ട് മോൻ്റെ പാട്ട് എനിക്കൊന്ന് ഒളിച്ച് നിന്ന് വീഡിയോ എടുക്കണം. എന്നെ കണ്ടു കഴിഞ്ഞ് അവൻ അറയ്ക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒളിച്ച് നിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് അറപ്പൊന്നും വേണ്ടാന്ന് കരുതി ഞാൻ എന്താ ഒളിച്ച് നിന്ന് എടുക്കുക. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് വന്നപ്പോഴേക്കും കുക്കറൊക്കെ ഒന്ന് വിസിലടിച്ചു. ദോശയുടെ മാവൊക്കെ ഒന്ന് ഒരുപാട് അരച്ച് വെച്ചിരുന്നത് കൊണ്ട് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ചു. പിന്നെ ഇതാ വേവിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ച് അതിന് പെട്ടെന്ന് അരപ്പൊക്കെ ചേർത്ത് അതൊന്നും റെഡിയാക്കി എടുത്തു. പിന്നെ ഇതാ പെട്ടെന്ന് ദോശയൊക്കെ ഓരോന്ന് ചുട്ടെടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ദോശയൊക്കെ കഴിച്ചു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്